ഇത് ജാർഖണ്ഡിലെ പാക്കൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ മനോഹരമായിരിക്കുന്ന പാക്കൂർ. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് എത്തിച്ചേർന്നത്. ഇവിടെ വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ചകൾ ഈ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ താമസിക്കുന്ന അലക്സ് ബ്രദറിൻ്റെ വീട്ടിലാണ്. ഇത് വളരെ മനോഹരമായിരിക്കുന്ന പാക്കൂർ. ഇത് വളരെ മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ്. നമുക്ക് കണ്ണിന് ഇമ്പം തരുന്ന രാവിലെ പാക്കൂറിലെ കർത്താവിനെ ആരാധിച്ചു. ഈ അലക്സ് ബ്രദർ കഴിഞ്ഞ 18 വർഷമായിട്ട് ഇവിടെ വന്ന് പ്രവർത്തനം നടത്തി. ഒരു ഓർഫണേജ്, അതുപോലെ തന്നെ ഒരു സഭാ ഹാളൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. ജീവിതത്തിലെ അനേക കാര്യങ്ങൾ പഠിക്കുവാൻ, കേൾക്കുവാൻ, സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, ഒരു ഗ്രാമത്തിൽ വന്ന് ആ ഗ്രാമം സോഷ്യൽ വർക്ക് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞ് വളരെ അനുഗ്രഹീതമായി മുമ്പോട്ട് പോകുന്ന ഒരു ദൈവദാസൻ. വളരെ ഹമ്പിളുമാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പുളിയങ്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഈ പ്രദേശത്തേക്ക് വന്ന് മിഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഭവനമാണിത്. ഇതിൻ്റെ ചുറ്റുപാടുകളിൽ ഒരു വലിയ കോമ്പൗണ്ട് സ്കൂള്, അതുപോലെ ഓർഫണേജ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓർഫണേജൊക്കെ ഉണ്ട്. മനോഹരമായിരിക്കുന്ന കാഴ്ചയാണ് ഇത്. അവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തിയ ഒരു സ്ഥലമാണ്. ഈ സ്ഥലം വളരെ മനോഹരമാണ്. ഇതിൻ്റെ ചുറ്റുപാടുകളിൽ അനേക ആളുകൾ ദൈവസ്നേഹം മനസ്സിലാക്കുവാനിടയായി. ഇത് അദ്ദേഹം അനേക വർഷങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് താൻ സമ്പാദിച്ച ദൈവസ്നേഹത്തിൻ്റെ വലുപ്പവും മഹത്വവും ഒക്കെ കണ്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. വളരെ വിശാലമായിരിക്കുന്നൊരു പ്രദേശം. ഇതിൻ്റെ ചുറ്റുപാടുകളിൽ വയൽ പ്രദേശമാണ്. ഇത് വളരെ മനോഹരമായിരിക്കുന്നൊരു കാഴ്ച. ഈ കാഴ്ച മനസ്സിന് കുളിർമയും തൻ്റെ കഠിനാധ്വാനത്താൽ ലഭിച്ച ഈ വലിയ പ്രവൃത്തി ഇതിനകത്ത് കാണാൻ കഴിയും. ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലം. ഇവിടെ വീടിന് വന്നിരുന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. ഫ്രൂട്ട്സുകളെ അനേകം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതം ഒരു വലിയ സാക്ഷ്യമാണ്. കാണുവാനും സന്തോഷിക്കുവാനൊക്കെ ഇടയായി. അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.